Hello everyone, my name is Ranish VP. I'm a കോളേജിലെ തേർഡ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ ടാക്സബിൾ സാലറി എന്ന പോർഷനിലെ ഒരു പ്രോബ്ലമാണ്. സോ നമുക്ക് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഞാനൊന്ന് വായിക്കാം. ദ ഫോളോയിങ് ആർ ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഓഫ് മിസ്റ്റർ ബാബുരാജ് ഫോർ ദ പ്രീവിയസ് ഇയർ എൻഡഡ് 31st March 2019. ഹീ ഈസ് എംപ്ലോയിഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ അതിൽ ഒന്നാമത്തേതിന് സാലറി ₹9,000 പെർ മന്ത്. പിന്നെ രണ്ടാമത്തെ വരുന്നത് ബോണസ് ഈക്വൽ ടു 2 months സാലറി. മൂന്നാമത്തെ വരുന്നത് ഡോഗ് അലവൻസ് ₹150 പെർ മന്ത്. നാലാമത്തെ സ്പെഷ്യൽ അലവൻസ് ₹120. പിന്നെ അഞ്ചാമത് വരുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ RPF അറ്റ് 50% ഓഫ് സാലറി. പിന്നെ ആറാമത് വരുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദ ഫണ്ട് അറ്റ് 50% ഓഫ് സാലറി. പിന്നെ ഏഴാമത് വരുന്നത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട് അറ്റ് 9.5% പെർ ആനം ഈസ് ₹5,600. പിന്നെ ഇതിൽ എട്ടാമത്തത് വരുന്നത് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഫ്രീ ലഞ്ച് ഇൻ ഓഫീസ്. ദ കോസ്റ്റ് പെർ മെയിൽ ഈസ് ₹13. ആൻഡ് ഒമ്പതാമത്തെ വരുന്നത് the employee has given him a small car which he used for his personal and office use. He meets the expense of the car which is used for personal purpose. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ തന്നിരിക്കുന്ന 9 ഡാറ്റ അല്ലേ, ഈ ഡാറ്റയിൽ നിന്ന് ടാക്സബിൾ സാലറി കണ്ടെത്താനാണ് നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ ആൻസറായിട്ട് വരുന്നത്. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റത്തെ സാലറി 9,000 പെർ മന്ത്. ഒരു മാസത്തെ സാലറി 9,000 ആണ്. അത് ആ 9,000 നമ്മൾ ടാക്സ് കൊടുക്കുക ഒരു വർഷത്തിനാണ്. അപ്പോൾ ഒരു മന്തിലുള്ള 9,000 ഒരു വർഷത്തേക്ക് കൺവേർട്ട് ചെയ്യണം നമ്മൾ. അതായത് ഒരു മാസത്തെ സാലറി 9,000 ഇൻറ്റു 12. ഒരു വർഷത്തിൽ 12 മാസം, അപ്പോൾ അങ്ങനെ 12. അപ്പോൾ നമുക്ക് 9,000 ഇൻറ്റു 12 അത് 1,80,000 രൂപ വരും. അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തെ ബോണസ് ഈക്വൽ ടു 2 months സാലറി. ബോണസ് എന്ന് പറയുന്നത് 2 മാസം സാലറിക്ക് ഈക്വലാണ്. അപ്പോൾ 9,000 ഇൻറ്റു 2 ഈക്വൽ ടു 18,000. പിന്നെ മൂന്നാമത്തെ വരുന്നത് ഡോഗ് അലവൻസ് ആണ്, 150 പെർ മന്ത്. അപ്പോൾ അതൊരു വർഷത്തിന് 150 ഇൻറ്റു 12 1,800 വരും. പിന്നെ നാലാമത്തെ പറഞ്ഞത് സ്പെഷ്യൽ അലവൻസ് 120 ഒരു വർഷത്തേക്ക്. അപ്പോൾ 120 പെർ മന്ത്, അത് നമ്മളങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് 1,440 വരും. ഇതിൽ അഞ്ചാമത്തത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF അറ്റ് 50% ഓഫ് സാലറി. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF ആണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ആറാമത്തത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF ഇൻ എക്സസ് ടു 12% ഓഫ് സാലറി. അത് 3,240 കിട്ടുക. ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ 12%-ൻ്റെ മുകളിൽ വന്നതിനാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതായത് RPFൽ സാലറിയുടെ 12%-ൻ്റെ മുകളിൽ എത്രയാണോ വന്നത് അതിന് മാത്രമാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം 15% ഓഫ് സാലറി എത്രയാണെന്ന് കണ്ടെത്തുക. അതായത് നമ്മുടെ 1,80,000-ൻ്റെ 15% എത്രയാണെന്ന് കണ്ടെത്തുക. അതായത് 1,80,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് അതിപ്പോൾ 16,200 കിട്ടും. പിന്നെ 12% ഓഫ് സാലറി അതേപോലെ തന്നെ ചെയ്യുക. അതായത് 1,80,000 ഇൻറ്റു 12/100 ചെയ്യുമ്പോൾ അത് കിട്ടും. അത് നമുക്ക് 12,960 കിട്ടും. എന്നിട്ട് ഈ 15-ൽ നിന്ന് ഈ 12 കുറച്ച് ബാക്കിയുള്ള 3% ഇല്ല, അതിന് മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കുറക്കുന്ന ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ 16,200 മൈനസ് 12,960 മൈനസ് ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറാണ് 3,240. അതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF പറഞ്ഞ് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ലഞ്ചാണ്. ലഞ്ച് പറയുമ്പോൾ 30 ഒരു ലഞ്ചിന് വന്നിട്ടുള്ളത്. 50-ൻ്റെ മുകളിലാണേലുള്ളൂ ഒരു ലഞ്ചിന് ടാക്സ് കൊടുക്കേണ്ടത്. സോ
ലഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നത് കാറിൻ്റെ കേസാണ്. കാറിൻ്റെ കേസിൽ എംപ്ലോയർ കാർ കൊടുത്തത് പേഴ്സണൽ യൂസിനും ഓഫീസ് യൂസിനും വേണ്ടിയിട്ടാണ് എങ്കിൽ 600 പെർ മന്ത് ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അത് ഒരു വർഷത്തേക്ക് 600 × 12 7200 കിട്ടും. ഈ കിട്ടിയ എല്ലാതും ടോട്ടൽ ചെയ്യുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ കിട്ടിയ എല്ലാ എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അത് ഈ ക്വസ്റ്റ്യനിൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 1,39,680 ശേഷം ഗ്രോസ് സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറയുമ്പോൾ ഏതൊരു കേസിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഈ 40,000 കുറക്കണം. അതായത് 40,000 പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 1,39,680 അതിൽ നിന്ന് 40,000 മൈനസ് ചെയ്യണം. ബാക്കി കിട്ടുന്ന എമൗണ്ടാണ്. അപ്പോൾ ഈ 1,39,680 നിന്ന് 40,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ടാക്സബിൾ സാലറി ആയി കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് 99,680 നമുക്കിവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത്.